വയനാട് പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹിക്കപ്പെട്ട നാട്. കഴിഞ്ഞ ചില മഴക്കാലങ്ങൾ നടുക്കുന്ന ഓർമ്മകൾ വയനാടിന് നൽകിയിട്ടുണ്ടെങ്കിലും ഹരിതാഭമായ പ്രകൃതി ഭംഗിയിലേക്കുള്ള ചില മഴപ്പെയ്ത്തുകൾ നല്ല കാഴ്ചകളും സമ്മാനിക്കാറുണ്ട്. കഴിഞ്ഞ 5 ദിവസമായി വയനാട്ടിൽ മഴ തകർത്ത് പെയ്യുകയാണ്. കുളങ്ങളും തോടുകളും പുഴകളും വയലുകളുമെല്ലാം നിറഞ്ഞു കവിഞ്ഞ അവസ്ഥയിലാണ്. മഴക്കാലങ്ങൾ ചില നാടിനെ കൂടുതൽ മനോഹരമാക്കാറുണ്ട്. അത്തരമൊരു ഗ്രാമമാണ് ഇന്ന് കാണാൻ പോകുന്നത്. തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലെ നെട്ടര ഗ്രാമം, കൂടാതെ തിരുനെല്ലി അമ്പലവും. ഞാനവിടെ ചെല്ലുമ്പോൾ മഴ തകർത്ത് പെയ്യുന്ന അവസ്ഥയായിരുന്നു. ഇടയ്ക്ക് മഴ നിൽക്കും, പിന്നെയും മഴ വരും. ആ സമയത്ത് ആ ഗ്രാമത്തിന് എന്തോ ഒരു പ്രത്യേക ഭംഗിയുള്ളതുപോലെ തോന്നി. ആ കാഴ്ചകളൊന്ന് കാണാം. ഇത് ഞാൻ ജോലി ചെയ്യുന്ന സ്കൂളാണ്. കൽപ്പറ്റ ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂൾ. കുറച്ച് ദിവസമായി ക്വാർട്ടേഴ്സിൽ അമ്മയും എന്നോടൊപ്പമുണ്ട്. അപ്പോൾ ഒരു അവധി ദിവസമായ ഞായറാഴ്ച അമ്മയും കൂട്ടി തിരുനെല്ലി ക്ഷേത്രം ഒന്ന് പോവാം, കൂട്ടത്തിൽ നെട്ടര ഗ്രാമവും ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. രാവിലെ 7:30-ക്കാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. ആ സമയം മഴ അല്പം ഒഴിഞ്ഞ മട്ടായിരുന്നു. 8:15 കാട്ടിക്കുളത്തെത്തി ഇടത്തോട്ട് തിരിഞ്ഞ് യാത്ര തുടർന്നു. അങ്ങനെ ഈ കാണുന്ന ജംഗ്ഷനിലെത്തി. ഇവിടുന്ന് വലത്തോട്ട് പോകുമ്പോൾ തോൽപ്പെട്ടി വഴി കുട്ട കർണാടകയിലേക്കും, ഇടത്തോട്ട് പോകുമ്പോൾ തിരുനെല്ലി നെട്ടര ഗ്രാമത്തിലേക്കുമാണ്. ഈ കാണുന്ന കടയാണ് കുട്ടേട്ടൻ്റെ ഉണ്ണിയപ്പ കട. വളരെ ഫേമസ് ആണ്. അമ്മ ആദ്യമായിട്ടാണ് ഈ കടയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നീട് ഞങ്ങൾ തിരുനെല്ലിയിലേക്ക് യാത്ര തുടങ്ങി. തിരുനെല്ലി അമ്പലം എത്തുന്നതിൻ്റെ 1 കിലോമീറ്റർ മുമ്പായിട്ട് ഈ ബോർഡ് കാണാം. ഈ കാണുന്നതാണ് ബ്രഹ്മഗിരി ഇക്കോ ടൂറിസം കേന്ദ്രം. ഇവിടെ നമുക്ക് 12 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ 12 കിലോമീറ്റർ ട്രക്കിംഗ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പെയ്ഡ് നേച്ചർ ക്യാമ്പും ലഭ്യമാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നോക്കാവുന്നതാണ്. 8:45 തിരുനെല്ലി എത്തി. ഈ റോഡ് നേരെ പോകുന്നത് നെട്ടര ഗ്രാമത്തിലേക്കും ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ തിരുനെല്ലി അമ്പലത്തിലേക്കുമാണ്. ഇതാണ് തിരുനെല്ലി. ഐതിഹ്യങ്ങളും പുരാണങ്ങളിലും വിളങ്ങി നിൽക്കുന്ന പുണ്യഭൂമി. വയനാടിൻ്റെ ഉത്തരദേശത്ത് കുടക് മലനിരകളോട് ചേർന്ന് ആകാശം മുട്ടി വ്യാപിച്ചു കിടക്കുന്ന ബ്രഹ്മഗിരിയുടെ താഴ്വരയിലാണ് തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാറ്റ് മാത്രം കടന്നു ചെല്ലുന്ന വനഭൂമിക്ക് നടുവിൽ ഏതു കാലത്തെന്ന് പറയുവാൻ കഴിയാത്ത അത്രയും പഴക്കമാർന്ന ഭാരതത്തിലെ പുണ്യക്ഷേത്രങ്ങളിലൊന്നാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ജമദഗ്നി മഹർഷി തൊട്ട് എത്രയോ പുണ്യാത്മാക്കൾക്ക് മോക്ഷസോപാനശിലയായ വിശ്രുതമായ പിണ്ടപ്പാറയുള്ളത് പാപനാശിനിയിലാണ്. ബ്രഹ്മഗിരിയിലെവിടെയോ പാപനാശിനി പിറവിയെടുക്കുന്നു. പാപനാശിനി കാളിന്തിയിലാണ് ലയിക്കുന്നത്. ബ്രഹ്മാവിൻ്റെ പാദസ്പർശാനുഗ്രഹം സിദ്ധിച്ചതിൽ ബ്രഹ്മഗിരി എന്ന പേരിൽ ഈ പർവ്വതനിര പ്രസിദ്ധമായി. തിരുനെല്ലി അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വലത്തോട്ട് തിരിഞ്ഞ് നേരെ നെട്ടര ഗ്രാമത്തിലേക്ക് കഷ്ടി ഒരു 1.5 കിലോമീറ്റർ കാണും. പെരുമഴയോടുകൂടിയാണ് നെട്ടര ഞങ്ങളെ എതിരേറ്റത്. ഈ കാണുന്നതാണ് വളരെ പ്രശസ്തമായ നെട്ടര പാലം. പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമായൊരു ഗ്രാമമാണ് നെട്ടര. കാളിന്തി നദി, നെട്ടര പാലം, കൊച്ചു കൊച്ചു ചായക്കടകൾ, അതുപോലെ തന്നെ പച്ച വിരിച്ച നെൽപ്പാടങ്ങൾ, ഒരു വശത്ത് കാട്, ഇതെല്ലാം കൊണ്ടും ഏവരെയും മോഹിപ്പിക്കുന്ന ഒരിടമാണ് നെട്ടര. ഒരു ചായയ്ക്ക് ശേഷമാവാം ബാക്കി കാഴ്ചകളെന്ന് തീരുമാനിച്ചു. ഇതാണ് കാളിന്തി. ബ്രഹ്മഗിരി മലനിരകളിൽ നിന്നുമാണ് കാളിന്തി ഉത്ഭവിക്കുന്നത്. മനുഷ്യരുടെ എല്ലാ പാപങ്ങളും ഏറ്റെടുത്ത് ഒഴുകി അകലുന്നവൾ. കഴിഞ്ഞ 4-5 ദിവസമായി വയനാട്ടിൽ കനത്ത മഴയാണ്. അതുകൊണ്ട് തന്നെ കലങ്ങി മറിഞ്ഞ് രൗദ്രഭാവം പൂണ്ടാണ് കാളിന്തി ഒഴുകുന്നത്. എങ്കിലും അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. ആ ഗ്രാമത്തിലെ പച്ചപ്പിനരികിലൂടെ, കാടിനരികിലൂടെ, പെരുമഴയത്ത് ആ ഗ്രാമഭംഗി അതൊന്ന് അനുഭവിക്കേണ്ടത് തന്നെയാണ്. ഒരുപാട് നേരം ആ മഴ ആസ്വദിച്ച്
ആ കാളിന്തിയുടെ തീരത്ത് ഞങ്ങളങ്ങനെ നിന്നു. മഴയിൽ കുളിച്ചു നിൽക്കുന്ന നെട്ടര ഗ്രാമത്തിൻ്റെ മനോഹാരിത നമുക്കൊന്ന് ആസ്വദിക്കാം.